ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അമ്മ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയ പ്രൗൺസ് കോക്കനട്ട് ഫ്രൈ ആണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇത് നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ട്രൈ ചെയ്യാനും മറക്കല്ലേ. അപ്പം അമ്മ എങ്ങനെയാ ഉണ്ടാക്കണേന്ന് കാണണ്ടേ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പ്രൗൺസ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1 ടീസ്പൂൺ അരിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നന്നായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചേർത്ത പൊടികളും തേങ്ങയെല്ലാം ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായതിന് ശേഷം പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന പ്രൗൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുക്കാൻ മറക്കരുത്, കാരണം തേങ്ങയെല്ലാം ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക, കിടു ടേസ്റ്റാണ്. ഇതൊരു സൈഡ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാതെ ഇതേപോലെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയും ഇല്ല കേട്ടോ. കിടുവാണ്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തേങ്ങയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.